അപ്പോൾ മുഖദാറിലെ സായാഹ്ന കാഴ്ചകളിൽ നിന്ന് നമുക്ക് പാലക്കാട്ടേക്ക് പിടിക്കാം. 7 പതിറ്റാണ്ടിലധികമായി ഓരോ റമദാനിലും നാട്ടിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യമായി നോമ്പുകഞ്ഞി കൊടുക്കുന്ന ഒരു നാടുണ്ട്. പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് കരിമ്പ. ഈ സൗജന്യ നോമ്പുകഞ്ഞി വിതരണം അവിടെ ഇപ്പോൾ ഒരു സാധാരണ കാഴ്ചയായി കഴിഞ്ഞു. നിത്യേന നൂറുകണക്കിന് ആളുകളാണ് ജാതിമത ഭേദമന്യേ കഞ്ഞി വാങ്ങാൻ കരിമ്പയിലെ മിസ്ബാഹുൽ ഹുദ ജുമാ മസ്ജിദിൽ എത്തുന്നത്. കരിമ്പക്കാർക്ക് ഈ കഞ്ഞി നോമ്പുതുറകളിലെ അവിഭാജ്യ ഘടകമാണ്. നോമ്പുകാലമായാൽ പ്രായഭേദമന്യേ കഞ്ഞിക്കായി ഏവരും കാത്തിരിക്കും. സുമനസുകളുടെ സഹായത്തോടെ കരിമ്പ മിസ്ബാഹുൽ ഹുദ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഞ്ഞി വിതരണം. അൽഹംദുലില്ലാ, ആവശ്യത്തിന് ഇപ്പോൾ ഇത്ര ലിമിറ്റില്ലാതെ തന്നെ എത്രയാണോ വേണ്ടതെങ്കിൽ അത് കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ ഇവിടെ നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് അത്താണിയായി വിശക്കുന്നവർക്കും അല്ല നോമ്പ് തുറക്കാൻ വകയില്ലാത്തവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നോമ്പ് തുറക്കാൻ പോലും വകയില്ലാതെ ദാരിദ്ര്യം കൊണ്ട് മനുഷ്യർ വലഞ്ഞിരുന്ന കാലത്ത് അവർക്ക് ആശ്വാസമായാണ് കരിമ്പയിൽ കഞ്ഞി വിതരണം ആരംഭിച്ചത്. 7 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഈ കഞ്ഞി കരിമ്പയിലെ മുഴുവൻ കുടുംബങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. പണ്ട് കാലത്ത് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലമായിരുന്നു കരിമ്പ പറയുന്നത്. അന്ന് നോമ്പ് തുറക്കാൻ വഴിയില്ലാതെ പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൊടിയരിക്കഞ്ഞിയായിട്ട് ഉണ്ടാക്കി തുടങ്ങിയതാണ്. പിന്നീട് അത് ഇതാക്കിയിട്ട് നമ്മൾ മരുന്ന് കഞ്ഞി പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങി. ഇപ്പോൾ ഇവിടെ എങ്ങനെ പോയാലും ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഈ കഞ്ഞി ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാനാഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്, കഞ്ഞികൾ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 40 കിലോളം വയ്ക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഒരേ കുടുംബമാണ് തലമുറകളായി കഞ്ഞി പാചകം ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് എൻ്റെ ഉപ്പയാണ് 19 വർഷമായിട്ട് ഈ പരിപാടി തുടങ്ങിയത്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ കുറച്ച് ചെയ്തു. ഇപ്പോൾ 10 കൊല്ലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. മജുബൂസും മന്തിയും പോലെ പുതിയ വിഭവങ്ങൾ പലതും നോമ്പുതുറകളിൽ ഇടം നേടിയെങ്കിലും കഞ്ഞിക്ക് ആവശ്യക്കാർ ഏറുകയാണ്. കാരണം ഈ കഞ്ഞി കരിമ്പക്കാർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. റിപ്പോർട്ടർ പാലക്കാട്.